പ്രണയം എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. പക്ഷേ പ്രണയബന്ധങ്ങളൊക്കെ കൊലകളിലൊക്കെ അവസാനിക്കുന്ന ഒരുപാട് കഥകളാണ്, നമ്മൾ ഞെട്ടിപ്പിക്കുന്ന കഥകളാണ് നമ്മൾ കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. കഴിഞ്ഞ സമീപകാലത്തൊക്കെ പല കേസുകളും, പല നിഷ്ഠൂരമായ കൊലപാതക കേസുകളിലൊക്കെ പ്രതികൾ എന്ന് പറയുന്നത് സ്ത്രീകളുമാണ്. എന്തുകൊണ്ടാണ് പ്രണയം ഇത്രയും മോശപ്പെട്ടൊരു സംഗതിയായി തീരുന്നത്? ഒരുപാട് കാരണങ്ങൾ അതിന് പറയാനായിട്ട് സൈക്കോളജിസ്റ്റുകൾക്കുണ്ടാകും. മനഃശാസ്ത്രപരമായി നമ്മൾ ഇതിനെ സമീപിക്കുന്ന സമയത്ത് പരസ്പരം മനസ്സിലാക്കാത്തതായ ദാമ്പത്യ ബന്ധങ്ങളാണ് വലിയ തരത്തിൽ ജയിലറ ബന്ധങ്ങളായി മാറും. ഇത് പലരും പല രീതിയിൽ നമ്മളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. മലയാളത്തിൻ്റെ പ്രമുഖനായിട്ടുള്ള കഥാകൃത്ത് ടി പത്മനാഭൻ, അദ്ദേഹത്തിൻ്റെ കടൽ എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. കുട്ടികൾക്കൊക്കെ പഠിക്കാനുള്ള ഒരു കഥയാണത്. ആ കഥയിൽ അതിലെ നായിക, അവർ അതിമനോഹരമായിട്ട് നൃത്തം ചെയ്യുന്ന ഒരു നർത്തകിയാണ്. അവർ നൃത്തം പഠിപ്പിച്ചൊരു അധ്യാപകൻ. വാരണാസിയുടെ പശ്ചാത്തലത്തിലാണ് ആ കഥ വളർന്നു വരുന്നത്, വികസിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് അവരെ കല്യാണം കഴിച്ച അവരുടെ ഭർത്താവ് നിരന്തരമായിട്ട് ഇവരെ സംശയിക്കുകയായിരുന്നു. അപ്പോൾ ഈ കഥാപാത്രത്തിൻ്റെ ആത്മകഥത്തിലൂടെ, മകളോടുള്ള സംഭാഷണത്തിലൂടെ അത് പുറത്തു വരുന്നത് എങ്ങനെയാണ്? ഗുരുവിനോടുള്ള ബന്ധം മാത്രമായിരുന്നോ എന്ന രീതിയിൽ ഇവരും സംശയിക്കുന്നുണ്ട്. ഇവർക്ക് അതിനപ്പുറം എന്തോ ഒരു അടുപ്പം ഉണ്ടായിരുന്നു. അതിനേക്കാൾ കൂടുതൽ അടുപ്പം ഉണ്ടായിരുന്നു. പക്ഷേ അത് മറ്റേതെങ്കിലും തരത്തിലുള്ള അടുപ്പമാണോ എന്ന് പരിശോധിക്കുന്ന സമയത്ത് അത് വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും അവർക്ക് ആവതുമില്ല. പക്ഷെ അവരുടെ ജീവിതം എന്ന് പറയുന്നത് പിന്നീട് നശിച്ചു ഒരു ജീവിതമാണ് ശരിക്കും. അവിടെ കൊലപാതകങ്ങളൊന്നും നടക്കുന്നില്ല, പക്ഷേ പറയാതെ നടക്കുന്ന ഒരു കൊലയായി അവരുടെ മരണം മാറിത്തീരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഇന്ന് ഈ സമീപകാലത്ത് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന സമയത്ത് ചിലപ്പോൾ ഭർത്താവും ഭാര്യയും നല്ല ബന്ധത്തിലായിരിക്കാം. ആ ബന്ധം ശിഥിലമാകാനായിട്ട് ഒരു സന്ദർശനം മതി. ഉദാഹരണത്തിന് കണ്ണൂര് ഉള്ള ഒരു ഡോക്ടറുടെ കഥ അല്ലേ? അതെ, ഡോക്ടർ ഓമന 96 അവരുടെ വീട് പണിയുന്നതിനെ സംബന്ധിച്ച ചർച്ചക്കായിട്ട് ഒരു ആർക്കിടെക്റ്റ് വരുന്നു. അയാളുമായിട്ട് സംഭാഷണത്തിലായി. മുരളീധരൻ എന്നാണ് പേര്. അപ്പൊ അയാളുമായിട്ട് ഇങ്ങനെ അടുപ്പത്തിലായി. അതെ. അങ്ങനെ വന്ന് അവരുമായി അടുപ്പത്തിലായി. കുറെ കഴിഞ്ഞ സമയത്ത് ഇവര് നടത്തിയ കൊലപാതകം എന്ന് പറയുന്നത് വളരെ പൈശാചികമാണ്. അത് നമുക്കറിയാം. അത് ഒരു രക്തം പോലും ചിന്താതെ വളരെ ഇവർക്ക് ഈ മെഡിക്കൽ സമയത്ത് കിട്ടിയ എല്ലാ പരിശീലനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് ഈ സർജിക്കൽ കത്തി ഉപയോഗിച്ചിട്ടാണ് ഈ മുരളീധരന്റെ മൃതശരീരം 20 കഷ്ണങ്ങളാക്കി മുറിച്ച് 3 സ്യൂട്ട് കേസിലേക്ക് ആക്കി മാറ്റുന്നത് ഈ ഓമന. വലിയ തോതിൽ നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്താണ് വലിയ പ്രശ്നമായത്. അതുമാതിരി എത്രയോ കൊലപാതകങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസത്തെ ഗ്രീഷ്മയുടെ കഷായക്കൊല എന്ന് പറയുന്നതും അങ്ങനെ തന്നെയുള്ളൊരു വൈരാഗ്യത്തിൻ്റെ കൊലയായിട്ട് നമുക്ക് കണക്കാക്കാം. അത് പ്രേമബന്ധങ്ങളിൽ വരുന്നതായിട്ടുള്ള ശൈഥില്യം ഉണ്ടാക്കുന്നതായിട്ടുള്ള ദുരന്തമായിട്ടാണ് അതിനെ നമ്മൾ കണക്കാക്കേണ്ടത്, വിലയിരുത്തുകയും ചെയ്യേണ്ടത്. ഇതിപ്പോ പുരുഷന്മാരും ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെയൊക്കെ കാമുകി ബന്ധത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയതിന് പിന്നെ വീട്ടിൽ കയറി മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുക, കത്തിയെടുത്ത് കുത്തുക, ഇത്തരം സംഭവങ്ങളൊക്കെ കേരളത്തിലുണ്ട്. അല്ല, പ്രേമം എന്ന് പറയുന്നത് ഇപ്പോൾ പ്രേമബന്ധം തകർന്ന സമയത്ത് അത് കൊലപാതകത്തിലായി തീരുകയാണ് ചെയ്യുന്നത്. പ്രേമിക്കുക എന്ന് പറയുന്നത് കൊല്ലുന്നതിന് വേണ്ടി മാറുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട്. നമ്മുടെ ബഷീറിനൊക്കെ നമുക്ക് അത്തരത്തിൽ പ്രണയത്തിന്റെ ഒരു രാജകുമാരനായിരുന്നു. ബഷീറിന്റെ ഒന്നും പ്രണയം ഒരിക്കലും ഈ ഒരു പ്രണയമായിരുന്നു. ശരിയാണ്. പല മേഖലകളിലും നമ്മൾ പലതരത്തിൽ ഡൈവേർട്ട് ചെയ്യപ്പെട്ടു പോയിട്ടുള്ള മനസ്സുകളെ കുറിച്ച് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഥകളുടെയും നോവലിൻ്റെയും ഒക്കെ രൂപത്തിൽ, നാടകത്തിൻ്റെ രൂപത്തിലൊക്കെ നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അന്നൊന്നുമില്ലാത്ത തരത്തിൽ സങ്കീർണവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതും ക്രൂരവുമായിട്ടുള്ള മനസ്സിൻ്റെ ഉടമകളായിട്ട് പുതിയ കാലത്തെ കാമുകിമാർ മാറും. കാമുകരേക്കാൾ കൂടുതൽ. നേരത്തെ കാമുകരായിരുന്നു, പക്ഷേ കാമുകന്മാരും കാമുകിമാരും പൊതുവെ വിധേയരാകുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അവർ വിധേയരാകുന്നത് സംശയരോഗത്തിനാണ്. സംശയമാണ് അവർക്ക്. അപ്പോൾ അങ്ങനെ സംശയം വരുന്ന സമയത്ത് അവർ പഴയ കാലങ്ങളിൽ ചെറിയ ചെറിയ ഉപദ്രവങ്ങളൊക്കെയാണ് തങ്ങളുടെ എതിരാളികൾ
അല്ലെങ്കിൽ ആരാണോ ശത്രുവായിട്ട് കണക്കാക്കിയിരിക്കുന്ന അവർക്ക് നേരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷെ അത് മാറി. മണ്ണെണ്ണയെ കുറിച്ച് കത്തിച്ച് കളയാൻ തയ്യാറാവുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുത്തിക്കൊല്ലാനായിട്ട് തയ്യാറാണ്, കഴുത്തെടുത്തെടുക്കാൻ തയ്യാറാണ്. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ മാറുന്നത്? നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് എന്താണ്? കാലം വികസിക്കുന്നതനുസരിച്ച്, പുരോഗമിക്കുന്നതനുസരിച്ച് മനുഷ്യൻ്റെ ജീവിതത്തിന് പുരോഗതി ഉണ്ടാവും എന്നാണ്. അപ്പോൾ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് മനുഷ്യൻ ജനാധിപത്യവൽക്കരിക്കപ്പെടും എന്നാണ് നമ്മൾ കരുതിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഓപ്പൺ ആകണം മനുഷ്യരുടെ ബന്ധം എന്നൊക്കെ പറയുന്നതിൻ്റെ അടിത്തറ അതാണ്. പക്ഷേ കൂടുതൽ ഓപ്പൺ ആകുന്നില്ല. ഓപ്പൺ ആകുന്ന പല ബന്ധങ്ങളും ഉണ്ടാകാം, തുറന്ന സമീപനം പുലർത്തുന്നവരുണ്ടാകാം. പക്ഷെ നമ്മൾ ഈ വായിക്കുന്ന കഥകളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തുറന്ന ബന്ധങ്ങളുടേതല്ല, അടഞ്ഞ ബന്ധങ്ങളുടേതാണ്. അവിടെ അവർ പ്രേതങ്ങളായി മാറുകയാണ് ചെയ്യുന്നത്, യക്ഷികളായി മാറുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എതിരാളിയെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള കാര്യങ്ങളെക്കുറിച്ച് നിരന്തരമായി ഓർക്കുകയാണ് ചെയ്യുന്നത്. വളരെ ഭീകരമായിട്ടുള്ള ഒരു മനുഷ്യാവസ്ഥയോ സാമൂഹ്യാവസ്ഥയുമാണ് ഇതുവഴി സൃഷ്ടിക്കപ്പെടുന്നത്. ഇത് തിരിച്ചറിയുകയും തിരുത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ സമൂഹത്തിന് അടിയന്തരാവശ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ചില ആൾക്കാർ ഇതിനെ വിലയിരുത്തുന്നത് ഈ നമ്മുടെ സമൂഹത്തിൽ ഈ ഒരു ആധ്യാത്മികമായ ഒരു വെളിച്ചത്തിൻ്റെ അഭാവത്തിൻ്റെ കാരണമായിട്ടാണ് എല്ലാവരും ഭൗതികതയിൽ മാത്രം, മെറ്റീരിയലിസ്റ്റിക് മാത്രം, പണപരമായിട്ട് മാത്രം ചിന്തകളെ കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പം ഈ ഓഷോൻ്റെയൊക്കെ ചില കൂട്ടുകളുണ്ട്, ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻറ്റ് ചിലപ്പം മുറുകി അത് ചിലപ്പം കൊലപാതകത്തിലേക്ക് വഴിത്തിരിയും. അല്ല, അങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നല്ലതാണെങ്കിലും നമുക്കൊരു ജീവിതമാണല്ലോ, നമ്മൾ ജീവിക്കുകയാണ് ചെയ്യുന്നത്. ശരിയാണ്, പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് നമ്മളുടെ ജീവിതം പണക്കുറ്റിയിൽ ബന്ധിതമാണ്. പണം ആണ് പ്രധാനപ്പെട്ടത് എന്ന് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പണമാണ് പ്രധാനപ്പെട്ടതെന്ന് വരുമ്പോൾ പണമുള്ളവൻ്റെ അടുത്തേക്ക് പോകുന്ന ഒരു രീതി സ്വാഭാവികമായിട്ടുണ്ടാകും. കുട്ടികൾ നമ്മൾ ക്യാമ്പസൊക്കെ പരിശോധിച്ചാൽ ആ ക്യാമ്പസിലുള്ള പ്രേമങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പെൺകുട്ടികൾ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ അയാളുടെ ഭൗതിക സാഹചര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കും. അയാൾ എത്രത്തോളം സമ്പന്നനാണ്, തനിക്ക് പറ്റിയതാണോ എന്നൊക്കെ നോക്കിയാണ് അവരിപ്പോൾ പ്രേമിക്കുന്നത്. പഴയ കാലത്ത് നമുക്ക് നമ്മളുടെ രമണനിലെ കഥാപാത്രങ്ങൾ അതൊന്നും കാണാൻ പറ്റില്ല. രമണൻ ഈ കാലത്ത് മരിച്ചു കഴിഞ്ഞു. അന്ന് പ്രേമങ്ങൾക്കൊക്കെ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരാൾ സമ്പന്നനായിരിക്കും, ഒരാൾ ദരിദ്രനായിരിക്കും. ചിലപ്പോൾ കാമുകൻ ദരിദ്രനായിരിക്കും, കാമുകി സമ്പന്നയായിരിക്കും. അല്ലെങ്കിൽ മറിച്ച് സംഭവിക്കാം, കാമുകൻ സമ്പന്നനായിരിക്കാം, കാമുകി ദരിദ്രനായിരിക്കാം. എന്നിട്ട് ഈ ദാരിദ്ര്യവും ധനസമ്പന്നതയും തമ്മിലുള്ള ഒരു പ്രണയമായിട്ട് ആ പ്രണയം മാറുകയാണ് ചെയ്യുന്നത്. അതൊക്കെയാണ് ആദർശ പ്രേമങ്ങളായിട്ട് പഴയ കാലത്ത് കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനത്തെ ആദർശ പ്രേമങ്ങൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. കുട്ടികളെ ഇനി ജോഡികളായി മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതും ജാതിമത ഭേദമെന്നേ അവർ അങ്ങനെ ചെയ്യാൻ തയ്യാറാണ്. അവർക്ക് ഒറ്റ ജാതിയുള്ളത് പണമായി മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പണസാധ്യതയുള്ള, ജോലി സാധ്യതയുള്ള, ജീവിതത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട ഒരു ഭൗതിക അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയുന്നതായിട്ടുള്ള കപ്പിളായി മാറാൻ അവർ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പലരും മൈഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ജനാധിപത്യം പാടെ ഇല്ലാതായി പോകുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ജനാധിപത്യം ഇതിൽ ഗ്രീഷ്മ പറയുന്നത് തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഷാരോണിനോട് പറഞ്ഞായിരുന്നു. ഷാരോൺ അതിന് തയ്യാറായില്ല, വീണ്ടും വീണ്ടും നിർബന്ധിച്ചുകൊണ്ടിരുന്നു. ആ ഒരു അവസ്ഥ എന്തുകൊണ്ടിരിക്കുന്നു? ഈ നിർബന്ധം, ഒരാൾക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പം വീണ്ടും നിർബന്ധിക്കുക എന്ന് പറയുന്ന അവസ്ഥയുണ്ടല്ലോ. ഈ ഓമനയുടെ കേസിലും 96 ആ കൊലയ്ക്ക് പിന്നിലും ഇങ്ങനെ ഒരു സമ്മർദ്ദം, എന്നെ വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞുള്ള സമ്മർദ്ദം ഈ മുരളീധരന്റെ ഭാഗത്തുണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇയാൾ ജോലി സ്ഥലത്തും ഒക്കെ വന്നുണ്ടാക്കി. ഇതിന്റെ പിരിമുറക്കത്തിൽ നിന്നാണ് ഇത്തരം സാധനങ്ങൾ ഉടലെടുക്കുകയും ചെയ്യുന്നത്. അവസാനം ഒരു നിവൃത്തിയില്ലാതെ എന്നാൽ പിന്നെ ഈ കൊല മാത്രമേ ഉള്ളൂ ഒരു നിവൃത്തി എന്നുള്ള രീതിയിൽ. അല്ല, അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വിഷയമാണ്. അതായത് ഈ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നത് ഓപ്പൺനെസ് ഇല്ലാത്തതിൻ്റെ ഫലമായിട്ട്. തുറന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ തയ്യാറാണല്ലോ. ശരിയാണ്, പെട്ടെന്ന് എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ ഇഷ്ടമൊക്കെ തോന്നി, നമ്മൾ കുറേ കാലമൊക്കെ അതുമായിട്ട് നടന്നു. പക്ഷേ ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, കൂടുതൽ എനിക്ക് പ്രധാനപ്പെട്ടത് കുടുംബജീവിതമാണ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കി പിന്തിരിഞ്ഞു പോകാൻ ആര് തയ്യാറാവണം? അതെ, ഈ കാമുകനോ കാമുകിയോ തയ്യാറാവണം. ആരാണെന്നുള്ളത് നമുക്കറിയാം, എക്സോ വൈ. അവരതിന് തയ്യാറായി കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾക്കൊരു വിരാമമുണ്ടാകും. അവിടെ ജനാധിപത്യമുണ്ട്. ആത്മീയതയും ഇതിൻ്റെയൊക്കെ ഭാഗമായിരിക്കാം. ആത്മീയത എന്ന് പറയുന്നത് പലപ്പോഴും ഈ ഭൗതികമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്ന് ഒരു അകൽച്ച, ഒരു ഡിറ്റാച്ച്മെന്റ് സ്വാഭാവികമായിട്ടുണ്ടാകും.
അപ്പോൾ ഒരു ഡിറ്റാച്ച്ഡ് എന്താണ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഓഷോ പറഞ്ഞതാണെങ്കിലും അവർ പറയുന്ന അവരുടെ ഭാഷയിൽ പറയുന്ന രീതിയാണെങ്കിലും സാധാരണ രീതിയിലൊക്കെ അത് വേണം. അതായത് ഏത് ബന്ധങ്ങൾ ഉണ്ടാകുന്ന സമയത്തും അവരുടെ ഒരു എന്താണ് ഭൗതിക അടിത്തറയിൽ നിന്നിട്ട് അതിനെ വിലയിരുത്താൻ പറ്റുന്ന തരത്തിൽ ആത്മീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അവർക്ക് ആ കാര്യത്തിൽ പുലർത്താൻ കഴിഞ്ഞാൽ, കാരണം ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ മനസ്സും അതേപോലെ തന്നെ അവൻ്റെ ചുറ്റുപാടും യാഥാർത്ഥ്യമാണ്. അവൻ്റെ ചുറ്റുപാട് മെറ്റീരിയലിസ്റ്റിക്കാണ്. ഏത് ആത്മീയവാദിയായി കഴിഞ്ഞാലും അതിനെ തള്ളാൻ പറ്റില്ല. അതുപോലെ തന്നെ അവൻ്റെ മനസ്സെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആത്മീയമായിട്ട് നിൽക്കുന്നത് തന്നെയാണ്. ഒരു മെറ്റീരിയലിസ്റ്റിനും ആ ആത്മീയതയും തള്ളാനായിട്ട് കഴിയില്ല. ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ് പോകുന്നത്. അതിനെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ മാത്രമാണ് പ്രശ്നരഹിതമായിട്ടുള്ളൊരു ജീവിത സാധ്യത ഉണ്ടാവുകയും